ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ ഒരു പാലുകാച്ചുണ്ട്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമുക്കത് അങ്ങോട്ട് പോയാലോ. ദേ ഇവിടെ ഞാൻ പോകുന്ന വഴി ഫുള്ള് കാടാണ് കേട്ടോ. ഫുൾ അപ്പുറം ഇപ്പുറം റബ്ബർ തോട്ടമാണ്. ഇട്ടേക്കുന്ന ഹീൽസാണ് കേട്ടോ. ദേ റബ്ബർ തോട്ടം എന്ന് വെച്ചാൽ ഫുള്ള് റബ്ബർ തോട്ടം. പിന്നെ അവിടുന്ന് 2 മുട്ടായി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു മുട്ടായി വയലിട്ടിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. ഒരു വലിയ ഇറക്കമാണ്, കണ്ടോ, വലിയ ഇറക്കം. നമുക്ക് ഹീൽസ് ആയതുകൊണ്ട് പതുക്കെ പതുക്കെ പോവാം. നമുക്കിനി ഓടാം. ദേ ഓടുകയാണ് ഗൈസ്. ദേ നമുക്ക് പതുക്കെ നടക്കാം. ഇവിടെ അടുത്തൊക്കെ കുറേ തോടൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു തോടും അങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങോട്ട് എത്തട്ടെ. ദേ അപ്പുറത്തിപ്പുറത്തൊക്കെ ചീനിത്തോട്ടവും ദേ തോട് അവിടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ, അവിടെയൊക്കെ തോടാണ് കേട്ടോ. ആ ഗ്യാപ്സൊക്കെ വരുന്നത് ഫുള്ള് തോടാണ്. നമുക്ക് വേറൊരു തോട് ഞാൻ കാണിച്ചു തരാം. വലിയൊരു തോടൂറുണ്ട്, ഏറ്റവും വലിയൊരു തോടൂറുണ്ട്. അങ്ങനല്ല, നമ്മൾ സാധാരണ ഒരു തോടില്ലേ, ആ തോടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. എന്തേ, ഇതൊരു കുഞ്ഞു തോട്. കുഞ്ഞു തോടെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന പാടത്ത് കണ്ടോ. ഇവിടെ ഫുള്ളിങ്ങനെ പാടത്തിങ്ങനെ വെള്ളം കെട്ടി കിടക്കും കണ്ടോ. നമുക്ക് ദേ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുകയാണ്. ഇവിടെ എന്തോ ഡാം പോലെ എന്തോ, ഡാമല്ല, കുഞ്ഞൊരു ഓവി കൂടി ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ എന്തോ വരുന്നുണ്ട്. ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വീട് നല്ല രസമാട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു തോടിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ ഒരു വീട് വരുമ്പോൾ അവിടെയാണ് കേട്ടോ ഞാൻ മുമ്പേ കാണിച്ച വെള്ളം. അവിടെ ഒരു ഓവി കൂടി ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ വരുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഈ കല്ലൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ വെക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ തോടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വെക്കാറുണ്ടോ? ഞങ്ങളുടെ തോട്ടിലൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്. കല്ലൊക്കെ വെച്ചിട്ടിങ്ങനെ എന്താ തിരമാല ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കല്ലൊക്കെ വെക്കുമ്പോൾ നല്ല രസമൊക്കെ കാണാൻ. ഒരു വെള്ളച്ചാട്ടം പോലെ നല്ല രസമാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് പാലത്തിൻ്റെ അടുത്തോട്ട് പോകാം. അപ്പം ദേ ഇവിടെ അപ്പുറത്തും തെങ്ങും തോട്ടം കണ്ടോ. ദേ കുറേ തെങ്ങും ഒക്കെ ഉണ്ട്. തെങ്ങും ചീനിത്തോട്ടം അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊരു വയൽ പോലെയാണ്. ദേ ഇനി നമുക്ക് പാലത്തിലോട്ട് കയറാം. പാലത്തിൽ കയറുമ്പം നമുക്ക് 2 സൈഡും കാണാം കേട്ടോ. നല്ല രസമാണ് 2 സൈഡും കാണാൻ. അപ്പോൾ ഒത്തിരി വെള്ളമില്ല, അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ഫോഴ്സിലൊന്നും വെള്ളം വരാത്തത്. നല്ല രസമാണ് കാണാൻ, നല്ല രസമാണ്. വെള്ളമൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ ആ കല്ല്. പിന്നെ നമുക്ക് ഇറങ്ങാനും കയറാനും ഒക്കെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ഇങ്ങനെ. ഓക്കെ, അടുത്ത കയറ്റം ഞാൻ കാണിച്ചു തരാം. ഇതാണ് അടുത്ത കയറ്റം. ഇതൊരു വലിയ കയറ്റമാണ്. ഞാനതൊന്ന് കയറട്ടെ ഗൈസ്, കയറിയിട്ട് കാണിക്കാം. ഇതെങ്ങനെ ഞാൻ മേളിലെത്തി ഗൈസ്. ഞാൻ മേളിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരമുണ്ട്. ഇവിടുന്ന് ഇനി കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ കടക്കണം. അവിടെ എത്തിയാലും നമ്മുടെ വീടെത്തൂ. ഓക്കെ, നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ നല്ല പോച്ചാണ് കേട്ടോ. സ്കൈ കാണാൻ എന്ത് രസമല്ലേ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല. ഞാൻ കണ്ടോ, എൻ്റെ ഫേസും ആകാശവും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ, അപ്പുറം ഇപ്പം ഇരുട്ടാണ്. ഇത്രയും വെളിച്ചമില്ല ഗൈസ്, സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും ഇല്ല. ഇതിലും ഇരുട്ടാണ്. അത് ഞാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഇരുടാണ്. ഇതിലും കുറവാണ്. ഇത്രയാണ് ഇരുട് കേട്ടോ. സംഭവം ഇപ്പോഴും ഞാൻ ഫ്ലാഷ് ഇട്ടാണ് എടുക്കുന്നത്. ഫ്ലാഷ് അല്ല, ഒരു ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടും ഫ്ലാഷൊക്കെ കൂട്ടിയൊക്കെ ആണ് എടുത്തിരിക്കുന്നത്. സ്കൈ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല രസമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്കൈയെ. നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇവിടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു സ്കൈ ഒന്നും അല്ല കേട്ടോ, നമ്മുടെ ഒരു ലൈറ്റ് ബ്ലൂ കളർ സ്കൈ ആയിരുന്നു. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഉണ്ട്. നമുക്ക് വേറൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഒരു വ്യൂ കാണുന്നത്. ഞാൻ കുറച്ച് എത്തണം. ആ വ്യൂ എത്താറായിട്ടുണ്ടോ. നല്ല രസമാണ് വ്യൂ കാണാൻ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. കണ്ടത് നല്ല രസമില്ലേ. നല്ലൊരു ഗോൾഡൻ കളർ സ്കൈയും നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരങ്ങ് എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് പോവാം. ഇനി അങ്ങോട്ട് പോകുന്നിടത്ത് ഫുൾ നടുക്കൂടെ ഒരു റോഡ്, പിന്നെ സൈഡിലൊക്കെ കുറേ വീടുകളാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം.
അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു റോഡിൽ കൂടി ഇങ്ങനെ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് റോഡ്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ള് ഹൗസാണ്. വീടുകളുടെ മേളാണ് കേട്ടോ. ഇങ്ങനെ ഹീൽസാണ് കേട്ടോ. ഇങ്ങനെ കാല് ഫുള്ള് വേദന എടുത്തിട്ട് വയ്യാണ്ടോ. പിന്നെ നമുക്ക് പകുതി ചെല്ലുമ്പോഴത്തേക്കും ഇച്ചിരി ബുദ്ധിമുട്ടും എന്ന് വെച്ചാൽ അവിടെ ഫുള്ളിങ്ങനെ കല്ലാണ് കേട്ടോ ഗൈസ്. നമുക്ക് കല്ലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരി, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. എവിടത്താ റൈസ് കുറച്ച് ഓടയൊക്കെ വീണുമായിരിക്കും. ഞാനൊരു വലിയൊരു കുളം കാണിച്ചു തരാം കേട്ടോ. കുളം എന്ന് വെച്ചാൽ വലിയൊരു കുളമാണ്. അവിടെ പണ്ട് ആൾക്കാരൊക്കെ വരുമായിരുന്നു. ഇപ്പം അങ്ങനെ കാട് കയറി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം ആരും വരത്തില്ല. ഭയങ്കര ആഴമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇപ്പം പക്ഷെ ഒത്തിരി രസമില്ല കാണാൻ. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഇത് കണ്ടോ, നല്ല ഇരുടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലാഷ് കൂട്ടിയിട്ടുണ്ടാണ് നിങ്ങളിത് കാണുന്നത്. നല്ല ഇരുടായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഇതിലും ഉണ്ട് കേട്ടോ ഇരുട്ട്. പിന്നെ ഇത്രയും കുറയ്ക്കുന്നതാണ് ഗൈസ്. അപ്പം ഇനിയും ഫ്ലാഷ് ഇടാൻ ഞാൻ ഓക്കെ. ഇവിടുന്ന് ഇച്ചിരി താഴോട്ട് പോകണം. ഇവിടെയൊക്കെ ഇങ്ങനെ കല്ലാണ് കേട്ടോ. അല്ലാതെ നമ്മൾ മെറ്റൽ ടാറിട്ടൊക്കെ കല്ലാണ്. അതുകൊണ്ട് ഞാൻ ഈ ചെരുപ്പിട്ടുകൊണ്ട് ഞാൻ എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കൊരു പിടിയില്ല. ഫുള്ള് കല്ലാണ് കാണിച്ചിറങ്ങുന്നുണ്ട്. കല്ലാണ് കേട്ടോ, സത്യം പറഞ്ഞാൽ കല്ലാണ്, അല്ലാതെ പറഞ്ഞല്ല. ഇതിങ്ങനെ മെറ്റൽസ് ഇങ്ങനെ ഇളകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര സൂക്ഷിച്ചാണ് നമ്മൾ ഇറങ്ങാൻ. അപ്പോൾ ഗൈസ് ഒരു ഓട്ടോ വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഒതുങ്ങി കൊടുക്കണം. ഒന്ന് ഒതുങ്ങി കൊടുത്തേക്കാം ഗൈസ്. നമുക്കൊന്ന് കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോണേ. ഇപ്പോൾ ഭയങ്കര ഈറയാണ് കേട്ടോ. മുള ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കിടക്കുക. അതേപോലെ ഇങ്ങനെ കാട്ടിലും അതൊക്കെ ഉണ്ട്. എനിക്ക് തോട് കാണിക്കാൻ പറ്റിയില്ല ഗൈസ്, സോറി. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ തോട് കാണിച്ചിരിക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് മണ്ടക്കോട്ട് കയറി പോകണം. അടുത്തൊരേറ്റം വന്ന് ഇവിടെ ഫുള്ള് ഏറ്റവും ഇറക്കും അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് അടുത്ത ഏറ്റം ഞാൻ കാണിച്ചു തരാം. ഒരു വലിയ ഏറ്റമാണ്. വലിയല്ല, അത്യാവശ്യം ഒരു വലിയ ഏറ്റമാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? കണ്ടോ, വലിയൊരു ഏറ്റമാണ്. ഇനി നമുക്ക് ഈ ഏറ്റം കിടക്കാം. ഈ ഒരു വീഡിയോ പോർഷന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്നെന്ന് പറയരുത്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഫോണൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് ക്യാമറ. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ക്ഷമിക്കുക. ഓക്കെ, ഇവിടെ കണ്ടോ ഫുള്ള് മഴ പെയ്തിട്ട് തെന്നിക്കിടക്കുകയാണേ. തെന്നാൻ വയ്യ, നമുക്ക് ഓടണ്ട, തെന്നാൻ വയ്യ. എനിക്ക് തെന്നി വീഴാൻ വയ്യ. അതോ ഞാൻ ഹീൽസ് ആയിട്ടിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു വ്യൂ കാണിച്ചു തരാം. ഇതല്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഫുട്ബോൾ പ്ലേ ഗ്രൗണ്ടൊക്കെയാണ്. ഇവിടെ ഒരു വലിയൊരു പ്ലേ ഗ്രൗണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. ഇപ്പോൾ ഇതിലൊരു വീണ്ടും വരുന്നതായിരിക്കാം. ബൈ.